ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ബിജു മാത്യു കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിലൂറ്റിയല്ലോ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിലൂറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നാം കാണുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തൻ്റെ പ്രാർത്ഥന നാം കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ ഈ ലേഖനത്തിലെ 2-ാമത്തെ പ്രാർത്ഥന നാം കാണുകയാണ്. ഈ 2-ാമത്തെ പ്രാർത്ഥനയിൽ വിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾ വളരെ ചിന്തനീയമാണ്. അകത്തെ മനുഷ്യൻ ബലപ്പെടണം എന്നുള്ളതാണ് തൻ്റെ 1-ാമത്തെ പ്രാർത്ഥന വിഷയം. 2-ാമത്തെ വിഷയം ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നുള്ളതാണ്. 3-ാമത്തേത് ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങൾ ജീവിക്കണം. ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ജീവിക്കുവാനായിട്ട് നാം എന്ത് ചെയ്യണം എന്നാണ് അവിടെ നാം വായിച്ച ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നാം ജീവിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ അളവുകൾ നമ്മൾ അറിയണം. ദൈവസ്നേഹത്തിൻ്റെ അളവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ അളവ് അറിയാത്ത ഒരാൾക്ക് ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ അളവുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. ആ അളവുകൾ എന്തൊക്കെയാണ്? ദൈവസ്നേഹത്തിന് വീതിയുണ്ട്, ദൈവസ്നേഹത്തിന് നീളം ഉണ്ട്, ദൈവസ്നേഹത്തിന് ഉയരമുണ്ട്, ആഴമുണ്ട്. ഇത് ഗ്രഹിക്കണം, അറിയണം എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ വിശ്വാസികളായിരിക്കുന്ന എഫേസോസിലുള്ളവർ മാത്രമല്ല, നാം ഓരോരുത്തരും ഈ നിലയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ തിരുവെഴുത്ത് നമ്മുടെ കരങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയാകുന്നുവെങ്കിൽ ആ അളവുകൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കമായി ഒന്ന് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തേത് വീതിയാണ്. ദൈവസ്നേഹത്തിന് വീതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹത്തിന് വീതിയുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ വീതി എന്തുമാത്രമാണ് എന്ന് ചോദിച്ചാൽ അതൊന്ന് വിശദമാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു നദി ഒഴുകുകയാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ നദിയുടെ വീതി നാം കണക്കാക്കുന്നത് ആ വെള്ളം ഏതെല്ലാം ഭാഗങ്ങളെ കവർ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഏതെല്ലാം ഭാഗങ്ങളെ മൂടി ഒഴുകുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ് ആ നദിയുടെ വീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും ദൈവസ്നേഹമാകുന്ന നദി ഒഴുകിയപ്പോൾ അത് നമ്മളെയും കവർ ചെയ്തൊഴുകി, എന്നെയും കവർ ചെയ്തൊഴുകി, നമ്മുടെ വീടും കവർ ചെയ്തൊഴുകി. അതിന് എത്രത്തോളം വീതിയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കവർ ചെയ്ത് ഒഴുകത്തക്ക നിലയിൽ വീതിയുള്ള ഒന്നാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹം ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. രണ്ടാമത് ദൈവസ്നേഹത്തിൻ്റെ നീളമാണ്. ആ നീളത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. എന്താണ് ആ ചോദ്യം? എന്നു മുതലാണ് ദൈവം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എന്നു വരെ ദൈവം എന്നെ സ്നേഹിക്കും. എന്നു മുതലാണ് ദൈവം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ലോകസ്ഥാപനത്തിന് മുന്നമേ തുടങ്ങിയതാണ്, അല്ലേ? അതാണ് അതിൻ്റെ ആശയം. എന്നുവരെ എന്നെ സ്നേഹിക്കും? നിത്യതയോളം എന്നെ സ്നേഹിക്കും. അനന്തമായ സ്നേഹമാണ്. നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അതെ, അതാണ് ദൈവസ്നേഹത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി ദൈവസ്നേഹത്തിൻ്റെ നീളം മാത്രമല്ല, അടുത്തത് എന്താണ്? ഉയരം. ദൈവസ്നേഹത്തിൻ്റെ ഉയരം മനസ്സിലാക്കണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം. ദൈവം എന്നെ എത്രത്തോളം ഉയർത്തി? ദൈവം എന്നെ സ്നേഹിച്ചപ്പോൾ എത്രത്തോളം ഉയർത്തി? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച എന്നെ ദൈവം സ്വർഗത്തോളം ഉയർത്തിയിരിക്കുക. ഞാൻ സ്വർഗത്തിൻ്റെ പൗരനായി മാറി. സ്വർഗസ്ഥലങ്ങളിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സ്വർഗത്തോളം ഉയർത്തിയിരിക്കുകയാണ്. സ്വർഗമാണ് എൻ്റെ നാട്, സ്വർഗമാണ് എൻ്റെ വീട്, ഞാൻ അവിടുത്തെ പൗരനാണ്. അപ്പോൾ സ്വർഗത്തോളം എന്നെ ഉയർത്തിയിരിക്കുന്നു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഉയരം മാത്രമല്ലല്ലോ, അടുത്തായിട്ട് എന്താ പറയുന്നത്? അതിന് ആഴമുണ്ട് എന്നുള്ളതാണ്. ആ ആഴം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താഴേക്ക് ഇറങ്ങിയ പടവുകൾ അവിടെ കാണുവാൻ സാധിക്കും. ദൈവരൂപത്തിലിരുന്ന കർത്താവ്, ദൈവം മനുഷ്യവേഷമെടുത്തു, ദാസരൂപമെടുത്തു. എത്രത്തോളം താഴ്ത്തി? ക്രൂശിലെ മരണത്തോളം. അതിനേക്കാൾ താഴാനില്ല എന്നതാണ് വാസ്തവം. ഒരുവൻ താഴുന്നതിൻ്റെ ഏറ്റവും പരമാവധിയാണത്. ക്രൂശിലെ മരണത്തോളം താണു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ താഴ്ച അല്ലെങ്കിൽ ആഴം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിന് എന്തൊക്കെയുണ്ട്? ദൈവസ്നേഹത്തിന് വീതിയുണ്ട്, നീളമുണ്ട്, ഉയരമുണ്ട്, ആഴമുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണം? ഗ്രഹിക്കണം, അറിയണം. എങ്ങനെ ഗ്രഹിക്കണം, അറിയണം? സകല വിശുദ്ധന്മാരോടും കൂടെ. എന്താണ് അതിൻ്റെ അർത്ഥം? നാം സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നാം ഈ നിലയിലാണ് സ്നേഹിക്കേണ്ടത്. നാം ദൈവമക്കളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിനൊരു വീതി ഉണ്ടായിരിക്കണം, ആ സ്നേഹത്തിന് നീളം ഉണ്ടായിരിക്കണം, ഉയരം ഉണ്ടായിരിക്കണം, ആഴമുണ്ടായിരിക്കണം. വീതിയും നീളവും ആഴവും ഉയരവും കുറഞ്ഞ ഒരു സ്നേഹമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശാലമായ ഒരു സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ദൈവജനത്തെ സ്നേഹിപ്പാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ നീളം, വീതി, ഉയരമൊക്കെ ഗ്രഹിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് സകല വിശുദ്ധന്മാരോടുമുള്ള നമ്മുടെ ബന്ധത്തെ ആ നിലയിൽ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.